ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ച് 2024 നേട്ടങ്ങളുടെ വർഷമാണ്. പല അഭിമാന നേട്ടങ്ങളും ഇന്ത്യ സ്വന്തമാക്കിയത് ഈ വർഷത്തിലാണ്. T20 ലോകകപ്പ് കിരീടമാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യക്ക് ICC ട്രോഫിയിലേക്ക് എത്താനായി. എന്നാൽ നാട്ടിൽ ന്യൂസിലാൻഡിനോട് ടെസ്റ്റിൽ വൈറ്റ് വാഷ് നേരിടേണ്ടി വന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ നാണക്കേടായും മാറി. ഇന്ത്യയുടെ പല യുവതാരങ്ങളും കസറിയ വർഷം കൂടിയാണ് 2024. ഭാവിയിലേക്ക് പ്രതീക്ഷ നൽകുന്ന നിരവധി യുവതാരങ്ങളും ഈ വർഷം ഇന്ത്യൻ ടീമിലേക്ക് എത്തി. ആകെയുള്ള പ്രകടനം നോക്കുമ്പോൾ ഇന്ത്യക്ക് സന്തോഷവും നിരാശയും ഒരുപോലെയാണെന്ന് പറയാം. ഇന്ത്യയുടെ പല സൂപ്പർ താരങ്ങളും വിരമിക്കൽ പ്രഖ്യാപിച്ച വർഷം കൂടിയാണ് 2024. ആരാധകരുടെ ഹൃദയം കീഴടക്കിയവരിൽ ഈ വർഷം വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം. ദിനേശ് കാർത്തിക്. MS ധോണിക്ക് മുൻപ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ അരങ്ങേറ്റം കുറിച്ച വിക്കറ്റ് കീപ്പറാണ് ദിനേശ് കാർത്തിക്. 3 ഫോർമാറ്റിലും ഇന്ത്യക്കായി കളിച്ച കാർത്തിക് മികച്ച റെക്കോർഡ് അവകാശപ്പെടാൻ സാധിക്കുന്ന താരങ്ങളിൽ ഒരാൾ കൂടിയാണ്. ധോണിക്ക് മുന്നിൽ അവസരം കുറഞ്ഞെങ്കിലും ആരാധക മനസ്സിൽ സ്ഥാനം നേടിയെടുക്കാൻ സാധിച്ച താരങ്ങളിൽ ഒരാളാണ് കാർത്തിക്. T20യിലാണ് കാർത്തിക് കൂടുതലായി ശോഭിച്ചത്. ഈ വർഷമാണ് അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചത്. അവസാന സമയങ്ങളിൽ T20യിൽ ഫിനിഷർ റോളിൽ മിന്നിച്ച പ്രകടനം കാർത്തിക് IPLൽ RCBക്കായി കളിച്ചാണ് തൻ്റെ കരിയറിന് വിരാമം വിട്ടത്. രണ്ടാമത്തെ താരം ശിഖർ ധവാനാണ്. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഗബ്ബറാണ് ശിഖർ ധവാൻ. ജേഴ്സിയുടെ കൈ തെറിച്ചുവെച്ച് മീശ പിരിച്ച് ഓപ്പണിങ്ങിൽ ഇറങ്ങിയിരുന്ന ശിഖർ ധവാൻ ആരാധകരുടെ ഇഷ്ടതാരങ്ങളിൽ ഒരാൾ കൂടിയായിരുന്നു. 3 ഫോർമാറ്റിലും മിന്നിച്ചിരുന്ന ധവാൻ രോഹിത് ശർമ്മയ്ക്കൊപ്പം നിരവധി റെക്കോർഡുകളും ഓപ്പണിങ്ങിൽ നേടിയെടുത്തിരുന്നു. എന്നാൽ പ്രായവും മോശം ഫോമും വേട്ടയാടിയതോടെ ഇന്ത്യൻ ടീമിൽ നിന്ന് തഴയപ്പെട്ടു. അവസാന സമയത്ത് നിരവധി തഴയപ്പെടലുകൾ നേരിടേണ്ടി വന്ന ധവാൻ IPLൽ പഞ്ചാബ് കിങ്സിലൂടെയാണ് പാഡഡ്. മൂന്നാമത്തെ താരം വൃദ്ധിമാൻ സഹയാണ്. ടെസ്റ്റിൽ ധോണി പടിയിറങ്ങിയ ശേഷം ഏറെക്കാലം വിക്കറ്റിന് പിന്നിൽ സഹായിയായിരുന്നു വൃദ്ധിമാൻ സഹ. ബാറ്റ്സ്മാൻ എന്ന നിലയിൽ വലിയ റെക്കോർഡ് സൃഷ്ടിച്ചില്ലെങ്കിലും വിക്കറ്റിന് പിന്നിൽ സഹ അതുല്യനായ പ്രതിഭയായിരുന്നു. ഋഷഭ് പന്ത് വളർന്നതോടെ സഹയുടെ ടെസ്റ്റ് കീപ്പർ സ്ഥാനം പോയി. സഹ തഴയപ്പെട്ടു. പിന്നീട് IPLൽ കളിച്ചിരുന്നെങ്കിലും അദ്ദേഹം ഈ വർഷം വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഗുജറാത്ത് ടൈറ്റൻസിനായാണ് അവസാനമായി അദ്ദേഹം IPLൽ കളിച്ചത്. നാലാമത്തെ താരം R അശ്വിനാണ്. ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ടെസ്റ്റ് സ്പിന്നർമാരിൽ ഒരാളാണ് R അശ്വിൻ. ഓൾറൗണ്ടർ എന്ന നിലയിൽ അതുല്യനായ നേട്ടങ്ങൾ സ്വന്തമാക്കിയ അശ്വിൻ ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലെ 3ാം മത്സരത്തോടെയാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ഓൾറൗണ്ട് പ്രകടനം നടത്താൻ കഴിവുണ്ടായിരുന്നിട്ടും സ്വരം നന്നായിരുന്നപ്പോൾ തന്നെയാണ് അശ്വിൻ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യക്കായി ടെസ്റ്റിൽ കൂടുതൽ വിക്കറ്റ് നേടിയ രണ്ടാമത്തെ ബൗളറും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കൂടുതൽ തവണ 5 ഫൈഫർ വിക്കറ്റ് പ്രകടനം നടത്തുകയും ചെയ്ത രണ്ടാമത്തെ ബൗളറുമാണ് അശ്വിൻ. അതുല്യമായ മറ്റ് പല റെക്കോർഡുകളും സ്വന്തമാക്കിക്കൊണ്ടാണ് അശ്വിൻ പടിയിറങ്ങിയിരിക്കുന്നത്. ഇന്ത്യയുടെ T20 ലോകകപ്പ് കിരീടത്തിന് ശേഷം 3 സൂപ്പർ താരങ്ങളാണ് T20 മതിയാക്കിയത്. ഇന്ത്യയെ ലോകകപ്പ് കിരീടത്തിലേക്ക് എത്തിച്ച നായകനായ രോഹിത് ശർമ്മയും T20യിൽ നിന്ന് വിരമിച്ചു. ഒപ്പം സൂപ്പർ താരം വിരാട് കോഹ്ലിയും T20യിൽ നിന്ന് വഴിമാറി. സ്പിന്നർ ഓൾറൗണ്ടറായ രവീന്ദ്ര ജഡേജയും ഈ വർഷം T20യിൽ നിന്ന് വിരമിച്ചു. അധികം വൈകാതെ 3 പേരും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും പടിയിറങ്ങാനാണ് സാധ്യത കൂടുതൽ.